നമസ്കാരം. പ്രവാസി ചാനൽ eMalayali.com ന്യൂസ് സെഗ്മെന്റിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ. കലയോടൊപ്പം പൊന്നോണം ഓഗസ്റ്റ് 16-ന് ഫിലാഡൽഫിയയിലെ സെന്റ് തോമസ് സീറോ മലബാർ ഓഡിറ്റോറിയത്തിൽ നടക്കും. ഡോക്ടർ ആനി പോൾ കുട്ടികൾക്കായി വേനൽക്കാല പരിപാടികൾ സംഘടിപ്പിക്കുന്നു. ഇന്ത്യ പ്രസ് ക്ലബ് ഓഫ് നോർത്ത് അമേരിക്ക അന്താരാഷ്ട്ര മാധ്യമ സമ്മേളനം ഫിലാഡൽഫിയ ചാപ്റ്റർ കിക്ക് ഓഫ് വിജയകരം. ഡിട്രോയിറ്റ് കേരള ക്ലബിന്റെ കേരളീയം വേറിട്ട അനുഭവമായി. ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസ് സൗത്ത് വെസ്റ്റ് ചെസ്റ്റർ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നു. വാർത്തകൾ വിശദമായി. ഗ്രേറ്റർ ഫിലാഡൽഫിയ ഏരിയയിലെ ഓണാഘോഷങ്ങൾക്ക് തിരികൊളുത്തിക്കൊണ്ട് കലാ മലയാളി അസോസിയേഷന്റെ ആഭിമുഖ്യത്തിലുള്ള കലയോടൊപ്പം പൊന്നോണം ഓഗസ്റ്റ് 16-ന് ഫിലാഡൽഫിയയിലെ സെന്റ് തോമസ് സീറോ മലബാർ ഓഡിറ്റോറിയത്തിൽ വെച്ച് കൊണ്ടാടുന്നു. തുടർച്ചയായ 47ാമത് വർഷമാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യദിനവും ഓണവും കല സംയുക്തമായി ആഘോഷിക്കുന്നത്. രാവിലെ 11 മണിക്ക് ആരംഭിക്കുന്ന ആഘോഷ പരിപാടികൾക്കുള്ള ഒരുക്കങ്ങൾ എല്ലാം പൂർത്തിയായെന്ന് കലയുടെ ഭാരവാഹികൾ അറിയിച്ചു. മാവേലി എഴുന്നള്ളത്ത്, മെഗാ തിരുവാതിര, ഫ്യൂഷൻ ഷോ, ബോളിവുഡ് ഡാൻസ്, വിവിധയിനം കലാപരിപാടികൾ, വിഭവസമൃദ്ധമായ ഓണസദ്യ, ഓണാഘോഷ പരിപാടികൾക്ക് മാറ്റുകൂട്ടും. കലയുടെ പ്രസിഡന്റ് സുജിത് ശ്രീധർ, വൈസ് പ്രസിഡന്റ് ജോർജ് വി ജോർജ്, ജനറൽ സെക്രട്ടറി സ്വപ്ന സജി സെബാസ്റ്റ്യൻ, ജോയിന്റ് സെക്രട്ടറി ജെയിംസ് ജോസഫ്, ട്രഷറർ ഷാജി മിറ്റത്താനി, ജോയിന്റ് ട്രഷറർ സിബിച്ചൻ മുക്കാടൻ, ഓണം കോർഡിനേറ്റർ സിബി ജോർജ്, പ്രോഗ്രാം കോർഡിനേറ്റേഴ്സായ ജയ്മോൾ ശ്രീധർ, ജെയ്ബി ജോർജ് എന്നിവരുടെ നേതൃത്വത്തിൽ വിവിധ കമ്മിറ്റികൾ പരിപാടിയുടെ സമഗ്ര വിജയത്തിനായി പ്രവർത്തിച്ചു വരുന്നു. ഏവരെയും കലയുടെ ഓണാഘോഷ പരിപാടികളിലേക്ക് സ്വാഗതം ചെയ്യുന്നതായി സംഘാടകർ അറിയിച്ചു. ന്യൂസ് ഡെസ്ക് eMalayali. ഡോക്ടർ ആനി പോൾ വേനൽക്കാല പരിപാടികൾ സംഘടിപ്പിക്കുന്നു. സൗജന്യമായി നടത്തുന്ന ഈ പരിപാടികളിലേക്ക് കുട്ടികളെ ക്ഷണിക്കുന്നു. റോക്ക്ലൻഡ് കൗണ്ടി ലെജിസ്ലേച്ചർ ഡോക്ടർ ആനി പോൾ പല വർഷങ്ങളിലായി നടത്തിവരുന്ന പരിപാടികളാണ് യൂത്ത് ലീഡർഷിപ്പ് വർക്ക്ഷോപ്പ് ആൻഡ് സമ്മർ റീഡിംഗ് ചലഞ്ച്. ലീഡർഷിപ്പ് വർക്ക്ഷോപ്പ് റോക്ക്ലൻഡ് കൗണ്ടി യുവാക്കൾക്ക് ഓഗസ്റ്റ് 14 വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 1:30 മുതൽ വൈകുന്നേരം 4 വരെ റോക്ക്ലൻഡ് കൗണ്ടി ലെജിസ്ലേറ്റീവ് ചേംബേഴ്സ് 11 ന്യൂ ഹെംസ്റ്റഡ് റോഡ്, ന്യൂ സിറ്റി, റോക്ക്ലൻഡിൽ വെച്ച് നടത്തപ്പെടുന്നു. കോർണൽ കോപ്പറേറ്റീവ് എക്സ്റ്റൻഷനിലെ 4H റിസോഴ്സ് എഡ്യൂക്കേറ്റർ ക്രിസ്റ്റിൻ റെഗറോ ആണ് പ്രസന്റ് ചെയ്യുന്നത്. നേതൃത്വത്തിനായുള്ള പബ്ലിക് സ്പീക്കിംഗ് യുവാക്കളുടെ പൊതുസംസാര കഴിവുകൾ വികസിപ്പിക്കാൻ സഹായിക്കുന്ന സംവേദനാത്മക പ്രവർത്തനങ്ങളുടെ ഒരു പരമ്പര ഡെലിവറിയിലും അവതരണ ഓർഗനൈസേഷനിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. കൂടാതെ ഒരു സൃഷ്ടിപരമായ വിഷയത്തിൽ മിനി പ്രസന്റേഷനുകളിൽ അവസാനിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ലെജിസ്ലേച്ചർ ഡോക്ടർ ആനി പോളിനെ pole@co.rockland.ny.us അല്ലെങ്കിൽ anipol@yahoo.com എന്ന ഇമെയിൽ വിലാസത്തിൽ ബന്ധപ്പെടുക. സമ്മർ റീഡിംഗ് ചലഞ്ച് ലെജിസ്ലേച്ചർ ഡോക്ടർ ആനി പോളിൻ്റെ വേനൽക്കാല വായനാ ചലഞ്ച് K മുതൽ 12 വരെ ഗ്രേഡുകളിലെ വിദ്യാർത്ഥികളെ വേനൽക്കാല അവധിക്കാലത്ത് 5 പുസ്തകങ്ങൾ വായിക്കാൻ പ്രോത്സാഹിപ്പിക്കുന്നു. ഇത് കുട്ടികളിലും കൗമാരക്കാരിലും വേനൽക്കാലത്ത് വായനാ വൈദഗ്ധ്യം നിലനിർത്താനും മെച്ചപ്പെടുത്താനും സഹായിക്കും. വിദ്യാർത്ഥി 5 പുസ്തകങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ ഓഗസ്റ്റ് 20-ന് മുൻപ് pole@co.rockland.ny.us എന്ന വിലാസത്തിൽ ഫോം പൂരിപ്പിച്ച് ഇമെയിലിൽ അയയ്ക്കുക. 5 പുസ്തകങ്ങൾ പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾക്ക് ഓഗസ്റ്റ് 20-ന് വൈകുന്നേരം 4 മണിക്ക് കൗണ്ടി ലെജിസ്ലേറ്റീവ് ചേംബറിൽ വെച്ച് വായനയോടുള്ള അവരുടെ പ്രതിബദ്ധതയെ അംഗീകരിച്ചുകൊണ്ട് നിയമസഭയിൽ നിന്ന് ഒരു ഔദ്യോഗിക സർട്ടിഫിക്കറ്റ് നൽകും. പങ്കെടുക്കാൻ കഴിയാത്ത പങ്കാളികൾക്ക് സർട്ടിഫിക്കറ്റുകൾ മെയിൽ വഴി അയക്കും. pole@co.rockland.ny.us അല്ലെങ്കിൽ anipol@yahoo.com സന്ദർശിക്കുക. ന്യൂസ് ഡെസ്ക് eMalayali. ഇന്ത്യ പ്രസ് ക്ലബ് ഓഫ് നോർത്ത് അമേരിക്കയുടെ ന്യൂജേഴ്സിയിൽ നടക്കുന്ന അന്താരാഷ്ട്ര മാധ്യമ കോൺഫറൻസിന് മുന്നോടിയായി ഫിലാഡൽഫിയ ചാപ്റ്റർ സംഘടിപ്പിച്ച കിക്ക് ഓഫ് സമ്മേളനം മയൂര റെസ്റ്റോറന്റിൽ വെച്ച് നടന്നു. ഇന്ത്യ പ്രസ് ക്ലബ് ഓഫ് നോർത്ത് അമേരിക്ക ഫിലാഡൽഫിയ ചാപ്റ്റർ പ്രസിഡന്റ് അരുൺ കോവാട്ട് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ നാഷണൽ പ്രസിഡന്റ് സുനിൽ ട്രൈസ്റ്റാർ, നാഷണൽ ജനറൽ സെക്രട്ടറി ഷിജോ പൗലോസ്, നിയുക്ത പ്രസിഡന്റ് രാജു പള്ളത്ത്, കൂടാതെ ഫിലാഡൽഫിയയിലെ പ്രസ് ക്ലബ് അംഗങ്ങളും സാംസ്കാരിക സാമൂഹ്യ നേതാക്കളും ഈ ചടങ്ങിൽ പങ്കെടുത്തു. ചാപ്റ്റർ സെക്രട്ടറി സുമോദ് നെല്ലിക്കാല യോഗ നടപടികൾ നിയന്ത്രിച്ചു. ട്രഷറർ വിൻസെന്റ് മാനുവൽ ഇന്ത്യ പ്രസ് ക്ലബ് ഓഫ് നോർത്ത് അമേരിക്ക അന്താരാഷ്ട്ര മാധ്യമ കോൺഫറൻസിന് ഫിലാഡൽഫിയ ചാപ്റ്ററിന്റെ എല്ലാവിധ സഹകരണങ്ങളും അറിയിക്കുകയുണ്ടായി.
ഈ കോൺഫറൻസിലേക്ക് ഫിലാഡൽഫിയയിലെ മാധ്യമസ്നേഹികളായ എല്ലാവരെയും ക്ഷണിക്കുന്നതായി നാഷണൽ പ്രസിഡന്റ് സുനിൽ ക്രൈസ്റ്റാർ പറഞ്ഞു. തികച്ചും വ്യത്യസ്തമായി വരുന്നവർക്കെല്ലാം തന്നെ ഈ കോൺഫറൻസിൽ പങ്കെടുക്കുവാനും കേരളത്തിൽ നിന്നും ഇവിടെയുമുള്ള മുതിർന്നതും പ്രശസ്തരുമായ മാധ്യമപ്രവർത്തകരോടൊപ്പം തന്നെ രാഷ്ട്രീയ രംഗത്തെ അതികായരുമായി സമയം പങ്കിടാനും അവരുമായി സംവാദത്തിലേർപ്പെടാനുമുള്ള നോർത്ത് അമേരിക്കയിലെ ഏകവേദിയാണ് ഇന്ത്യ പ്രസ് ക്ലബ് കോൺഫറൻസ് സമ്മേളന സ്ഥലമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇതുവരെ ഫിലാഡൽഫിയ ഏരിയയിൽ നിന്ന് വൻപിച്ച സഹകരണമാണ് ഉണ്ടായിട്ടുള്ളതെന്നും ഈ വർഷവും അത് പ്രതീക്ഷിക്കുന്നതായും നാഷണൽ ജനറൽ സെക്രട്ടറി ഷിജോ പോലൂസ് തന്റെ പ്രസംഗത്തിൽ സൂചിപ്പിച്ചു. വെറും 1 മണിക്കൂർ യാത്ര ചെയ്താൽ എത്താവുന്ന ന്യൂജേഴ്സിയിലെ എഡിസണിലാണ് ഇപ്രാവശ്യത്തെ സമ്മേളനമെന്നതും അദ്ദേഹം പറഞ്ഞു. അന്താരാഷ്ട്ര മാധ്യമ കോൺഫറൻസിന് കേരളത്തിൽ നിന്നുള്ള പ്രശസ്തരായ മാധ്യമപ്രവർത്തകർ ജോണി ലൂക്കോസ്, ഹാഷ്മി താജ് ഇബ്രാഹിം, ലീൻ ജസ്മസ്, അബ്ജോദ് വർഗീസ്, സുജയ പാർവതി കൂടാതെ രാഷ്ട്രീയ രംഗത്തെ പ്രഗത്ഭരും ഒരേ വേദിയിൽ പങ്കെടുക്കുന്നതാണ്. ഇന്ത്യ പ്രസ് ക്ലബിന്റെ പ്രവർത്തനങ്ങൾ അഭംഗുരം തുടരുമെന്നും ഇപ്രാവശ്യത്തെ കോൺഫറൻസിന്റെ വിജയത്തിനായി അഡ്വൈസറി ബോർഡ് ചെയർമാൻ സുനിൽ തൈമറ്റം, നാഷണൽ ട്രഷറർ വിശാഖ് ചെറിയാൻ, വൈസ് പ്രസിഡന്റ് അനിൽ കുമാർ ആറന്മുള, ജോയിന്റ് സെക്രട്ടറി ആശ മാത്യു, ജോയിന്റ് ട്രഷറർ റോയ് മുളങ്കുന്നം, കോൺഫറൻസ് ചെയർമാൻ സജി എബ്രഹാം കൂടാതെ അഡ്വൈസറി ബോർഡും ന്യൂയോർക്ക് ചാപ്റ്റർ പ്രസിഡന്റ് ഷോളി കുമ്പിളുവേലിയുടെ നേതൃത്വത്തിൽ ചാപ്റ്റർ ഭാരവാഹികളും പ്രവർത്തിച്ചു വരുന്നുവെന്നും നിയുക്ത പ്രസിഡന്റ് രാജു പള്ളത്ത് അറിയിച്ചു. സമ്മേളന മികവുകൊണ്ട് ഖ്യാതി നേടിയ പ്രസ് ക്ലബിന്റെ സമ്മേളനത്തോടനുബന്ധിച്ച് പ്രശസ്ത സിനിമ, TV കലാകാരന്മാരുടെ എന്റർടൈൻമെന്റ് നൈറ്റ് ഒരുക്കിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. യാതൊരു പ്രതിഫലവും പ്രതീക്ഷിക്കാതെ എല്ലാ സംഘടനകളുടെയും വളർച്ചയ്ക്കും വേണ്ടി നിരന്തരം വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്ന റീജിയണൽ ലേഖകർ മുതൽ ഓൺലൈൻ ചാനലുകളും പത്രങ്ങളും ടെലിവിഷനും അമേരിക്കൻ മലയാളികളുടെ ഇടയിൽ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ വിലമതിക്കാനാവാത്തതാണെന്നും അതിന് എല്ലാവിധ സഹായ സഹകരണങ്ങളും വാഗ്ദാനം ചെയ്യേണ്ടത് സമൂഹത്തിന്റെ കടമയാണെന്നും പ്രമുഖ അറ്റോർണി ജോസഫ് കുന്നേൽ തന്റെ ആശംസാ പ്രസംഗത്തിൽ ഓർമ്മിപ്പിച്ചു. അങ്ങോട്ട് ചോദിക്കാതെ തന്നെ അറ്റോർണി കുന്നേൽ സിൽവർ സ്പോൺസർ തന്ന് തന്റെ പിന്തുണ അറിയിച്ചു. അറ്റോർണി കുന്നേലിൽ നിന്നും സെക്രട്ടറി ഷിജോ പൗലോസ് സിൽവർ സ്പോൺസർഷിപ്പ് തുക കൈപ്പറ്റി. അതോടൊപ്പം പ്രസ് ക്ലബിന്റെ സ്വന്തം എന്ന് വിശേഷിപ്പിക്കാവുന്ന ഫിലാഡൽഫിയ ചാപ്റ്റർ അംഗം സുധാ കർത്തയും മുന്നോട്ട് വന്ന സ്പോൺസർഷിപ്പ് തുക ഷിജോയ്ക്ക് കൈമാറി. ഫിലാഡൽഫിയയിലെ തന്നെ തോമസ് പോളും തന്റെ സംഭാവന കൈമാറി പ്രസ് ക്ലബിന്റെ പ്രവർത്തനങ്ങളെ സഹായിച്ചു. ഫിലാഡൽഫിയയിലെ വിവിധ സാമൂഹിക സാംസ്കാരിക സംഘടനകൾക്ക് വേണ്ടി ജോൺ പണിക്കർ, അഭിലാഷ് ജോൺ, സജി സെബാസ്റ്റ്യൻ, തോമസ് പോൾ, സ്റ്റാൻലി ജോൺ, ജോസ് തോമസ്, കോര ചെറിയാൻ എന്നിവർ ആശംസ അർപ്പിക്കാനെത്തിയിരുന്നു. ഫിലാഡൽഫിയ മറ്റ് ചാപ്റ്റർ അംഗങ്ങളായ റോജിഷ് സാമുവൽ, ജോർജ് ഓലിക്കൽ, സിജിൻ തിരുവല്ല, ചാപ്റ്റർ മെമ്പേഴ്സ് ജോബി ജോർജ്, സുധാകർത്ത, ജോർജ് നടവയൽ, രാജു ശങ്കരത്തിൽ, ജീമോൻ ജോർജ്, ജിജി കോശി, ലിജോ ജോർജ്, ജിനോ ജേക്കബ്, സജു വർഗീസ്, എബിൻ സെബാസ്റ്റ്യൻ എന്നിവർ ചടങ്ങിലെ സജീവ സാന്നിധ്യമായിരുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് www.indiapressclub.org സന്ദർശിക്കുക. ന്യൂസ് ഡെസ്ക് ഈ മലയാളി. 1975 സ്ഥാപിതമായ മിഷിഗണിലെ ആദ്യ ഇന്ത്യൻ കലാ സാംസ്കാരിക സംഘടനയായ ഡിട്രോയിറ്റ് കേരള ക്ലബിന്റെ സുവർണ ജൂബിലി ആഘോഷം കേരളീയം മിഷിഗണിലെ ഇന്ത്യൻ സമൂഹത്തിന് വേറിട്ട അനുഭവമായി മാറി. അഞ്ച് പതിറ്റാണ്ട് പിന്നിട്ട ഡിട്രോയിറ്റ് കേരള ക്ലബിന്റെ കേരളീയം എന്ന മെഗാ ഷോയിലൂടെ വർണ്ണാഭമായ പരിപാടികളാണ് അവതരിപ്പിക്കപ്പെട്ടത്. മിഷിഗണിലെ സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ നേതാക്കൾ പങ്കെടുത്തു. മിഷിഗണിലെ ഇന്ത്യൻ സമൂഹത്തോടൊപ്പം ഇന്ത്യാന, ഒഹായോ, കലാമസു, കാനഡ എന്നിവിടങ്ങളിൽ നിന്നുള്ളവരും ഒത്തുചേർന്നപ്പോൾ വ്യത്യസ്തമായ ഇന്ത്യൻ സംസ്കാരത്തിന്റെ ഒത്തുചേരലായി മാറി. കേരളത്തിന്റെ കലാസാംസ്കാരിക പാരമ്പര്യവും വിശ്വാസാചാര മൂല്യങ്ങളും വിളിച്ചോതുന്ന നിറപ്പകിട്ടാർന്ന കലാപരിപാടികളും ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പരമ്പരാഗത നൃത്തകലാരൂപങ്ങളും അവതരിപ്പിക്കപ്പെട്ടു. കഥകളി, കളരിപ്പയറ്റ് തുടങ്ങിയവയ്ക്കൊപ്പം കേരളത്തിന്റെ മതമൈത്രി വിളിച്ചോതുന്ന മോഹിനിയാട്ടം, ഒപ്പന, മാർഗം കളി എന്നിവയും അരങ്ങേറി. കേരളത്തിന്റെ ചെണ്ടമേളം, മഹാരാഷ്ട്ര ഫോക്ക് ഡാൻസ്, തെലുങ്കു ബാത്തുകമ്മ, ദോൽചെണ്ട ഫ്യൂഷൻ, ഫ്ലാഷ് മോബ് എന്നിവ കാണികളിൽ ആവേശകരമായ ആനന്ദമാണ് സൃഷ്ടിച്ചത്. കേരളീയ സംസ്കാരത്തിന്റെയും കലയുടെയും വിശ്വാസാചാരങ്ങളുടെയും നേർക്കാഴ്ചയായിരുന്നു കേരളീയത്തിലൂടെ സൗത്ത് ഫീൽഡ് പവനിയനിൽ ഒരുക്കിയ എക്സിബിഷൻ സെന്ററുകൾ. കേരളത്തിന്റെ പ്രകൃതി ഭംഗി വിളിച്ചോതുന്ന മനോഹരമായ കട്ടൌട്ടുകൾ കൊണ്ട് അലങ്കരിച്ച എക്സിബിഷൻ സെന്ററുകൾ കേരളത്തിൽ നേരിട്ടെത്തിയ ഒരു അനുഭവം കാണികൾക്ക് സമ്മാനിച്ചു. പ്രശസ്ത ഗായകർ ഫ്രാങ്കോയും ലക്ഷ്മി നായരും ചേർന്ന
ബാക്ക് വാട്ടർ സ്പീറ്റ്സിന്റെ ഗാനമേള, വർണ്ണാഭമായ ഫാഷൻ ഷോ, വെർച്വൽ റിയാലിറ്റി ഷോ എന്നിവയും കേരളീയത്തിന് മാറ്റുകൂട്ടി. കേരള തനിമയാർന്ന ഭക്ഷണങ്ങളുടെയും വസ്ത്രങ്ങളുടെയും കരകൗശല വസ്തുക്കളുടെയും വിപുലമായ ശേഖരവുമായി നിരവധി സ്റ്റാളുകൾ പ്രവർത്തിച്ചു. പവനിയനിൽ ഒരുക്കിയ കേരള ക്ലബ്ബ് ചായക്കട ഏവർക്കും കേരളത്തിലെ ചായക്കടയുടെയും അതിലെ നാടൻ വിഭവങ്ങളുടെയും ഗ്രഹാതുരത്വമാർന്ന അനുഭവമായി മാറി. മിഷിഗണിലെ ഇന്ത്യൻ സമൂഹത്തിന് എന്നും ഓർമ്മയിൽ സൂക്ഷിക്കുവാൻ നവ്യ അനുഭവം സമ്മാനിച്ച ഡിട്രോയിറ്റ് കേരള ക്ലബിന്റെ കേരളീയം വൻ വിജയമായി പര്യവസാനിച്ചു. ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസ് സൗത്ത് വെസ്റ്റ്ചെസ്റ്റർ രാജ്യത്തിന്റെ 78ാം സ്വാതന്ത്ര്യദിനം വിപുലമായ പരിപാടികളോടെ ആഘോഷിക്കുന്നു. ഡാളസിലെ ഇർവിംഗിലുള്ള ഔർ പ്ലേസ് ഇന്ത്യൻ റെസ്റ്റോറന്റിൽ ഓഗസ്റ്റ് 15 വെള്ളിയാഴ്ച വൈകുന്നേരം 7 മണിക്കാണ് ആഘോഷ പരിപാടികൾ ക്രമീകരിച്ചിരിക്കുന്നത്. രാജ്യത്തിനു വേണ്ടി ജീവൻ ബലിയർപ്പിച്ച ധീര ദേശാഭിമാനികളുടെ ഓർമ്മകൾ പുതുക്കുവാനും സ്വാതന്ത്ര്യദിനത്തിന്റെ സന്തോഷം പങ്കിടാനും ഈ ആഘോഷം ഒരു വേദിയൊരുക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. ഇന്ത്യയുടെ സമ്പന്നമായ ചരിത്രവും സംസ്കാരവും ഓർമ്മിപ്പിക്കുന്ന കലാപരിപാടികളും ചടങ്ങിൽ അരങ്ങേറും. സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ നിന്നുള്ള പ്രമുഖ വ്യക്തിത്വങ്ങൾ, സാമൂഹിക പ്രവർത്തകർ, കലാകാരന്മാർ, യുവജനങ്ങൾ എന്നിവർ പരിപാടിയിൽ പങ്കെടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും ഉയർത്തിപ്പിടിക്കുന്നതിനൊപ്പം പ്രവാസികളായ ഇന്ത്യക്കാർക്ക് ഒത്തുചേരാനും സൗഹൃദം പങ്കിടാനും അവസരമുണ്ടായിരിക്കും. എല്ലാ ദേശസ്നേഹികളെയും അവരുടെ കുടുംബാംഗങ്ങളെയും ഈ സ്വാതന്ത്ര്യദിന ആഘോഷത്തിൽ പങ്കെടുക്കാൻ ക്ഷണിക്കുന്നതായി സംഘാടകർ അറിയിച്ചു. പ്രവേശനം പാസ് മൂലമായതിനാൽ പരിപാടിയിൽ പങ്കെടുക്കാൻ താൽപ്പര്യമുള്ളവർ ഓഗസ്റ്റ് 13 മുൻപായി അറിയിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് സതീഷ് നയനാനുമായി ബന്ധപ്പെടുക. ന്യൂസ് ഡെസ്ക് ഈ മലയാളി. ഇതോടെ പ്രവാസി ചാനൽ eMalayali.com ന്യൂസ് സെഗ്മെന്റ് ഇവിടെ പൂർണ്ണമാകുന്നു. നിങ്ങളുടെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കാൻ മറക്കണ്ട. news@pravasichannel.com അല്ലെങ്കിൽ editor@eMalayali.com എന്ന ഇമെയിലിലേക്കോ വാർത്തകൾ അയയ്ക്കുക.